ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കൂടാതെ 3 വീഡിയോസും കൂടി ഉണ്ട്. അതെല്ലാവരും ഒന്ന് കാണണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും ചെയ്യണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരാൾക്ക് എത്ര ഹൃദയമുണ്ടാകും? ഒന്നിൽ കൂടുതലുള്ളതായി കേട്ടിട്ടില്ലല്ലോ. എന്നാൽ അങ്ങനെ ഒന്നില്ല എന്ന് പറയാൻ വരട്ടെ. അങ്ങനെ ഒരാളുണ്ട്. അതാരാണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആളെ നിങ്ങൾ അറിയൂട്ടോ. ആളാണ് ഒക്ടോപ്പസ് അഥവാ നീരാളി എന്നറിയപ്പെടുന്നത്. നീരാളിക്ക് ഒന്നും രണ്ടുമല്ല 3 ഹൃദയങ്ങളുണ്ട്. അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? സംഗതി സത്യമാണ്. ഒരുപാട് കൗതുകങ്ങളുള്ള ജീവിയാണ് നീരാളി എന്ന് കൂട്ടുകാർക്ക് അറിയാത്തതല്ലോ. അതിൽ ഒന്ന് മാത്രമാണ് ഈ 3 ഹൃദയങ്ങളുടെ വിശേഷം. എന്തുകൊണ്ടാവാം നീരാളിക്ക് ഇങ്ങനെ 3 ഹൃദയങ്ങൾ എന്ന് കൗതുകം തോന്നുന്നില്ലേ? അവയ്ക്ക് ജീവൻ നിലനിർത്താൻ ഒരേ സമയം പ്രവർത്തിക്കുന്ന 3 ഹൃദയങ്ങൾ വേണം. ജീവിക്കാൻ ഒരു ഹൃദയം മാത്രം ആവശ്യമുള്ള മനുഷ്യരിൽ നിന്നും മറ്റു സസ്തനികളിൽ നിന്നും വ്യത്യസ്തമായി നീരാളികൾക്കുള്ള ശാരീരിക പ്രത്യേകത തന്നെയാണ് ഇതിനു കാരണം. ഇവയുടെ രക്തത്തിൽ ചെമ്പ് മൂലകം ധാരാളം അടങ്ങിയ ഹീമോസയാനിൻ എന്ന വസ്തു രക്തത്തെ പെട്ടെന്ന് കട്ടിയുള്ളതാക്കി മാറ്റും. അവയുടെ രക്തം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ കട്ടിയായി പോകാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിന് സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ജീവികൾക്ക് ശരീരത്തിൽ 3 ഹൃദയങ്ങൾ കാണപ്പെടുന്നത്. നീരാളിയുടെ ശരീരത്തിൽ എല്ലുകളില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ഇതിന് ശരീരം ചെറുതാക്കി വളരെ ചെറിയ സ്ഥലത്ത് കൂടി ഞെരുങ്ങിക്കയറാൻ കഴിയും. നീരാളിക്ക് 2 വലിയ കണ്ണുകളുണ്ടാകും. ഇതിന് പ്രധാനമായും 8 കൈകളുണ്ട്. ഒരു കൈ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് പുതിയ ഒന്ന് വളർന്നു വരും. കൈകൾ ഉപയോഗിച്ചാണ് നീരാളികൾ സഞ്ചരിക്കുന്നതും ഇര പിടിക്കുന്നതും. ഇവയുടെ പ്രധാന ഇരകൾ ഞണ്ടുകളും നത്തക്കാക്കകളുമാണ്. ഏറ്റവും വലിയ നീരാളിക്ക് 20 അടിയിലേറെ വലിപ്പമുണ്ട്. ഏറ്റവും ചെറിയ നീരാളിക്ക് 1 ഇഞ്ചിൽ താഴെ വലിപ്പമേ ഉള്ളൂ. ഒരു പെൺനീരാളി ഒറ്റ തവണ 1,00,000-ലേറെ മുട്ടകളിടുന്നു. ഈ മുട്ടകളുടെ സംരക്ഷണ ചുമതലയും പെൺനീരാളിക്കാണ്. ഇതുപോലെ തന്നെയുള്ള ഈ പ്രകൃതിയിലെ മനോഹരമായ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ ബൈ.